ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് പോളിനോമിയൽ? പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം. അതായത് ഒരുപാട് ടേംസ് ഉള്ള ഒരു എക്സ്പ്രഷനെയാണ്, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പദങ്ങളുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പം ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അല്ലെങ്കിൽ ലീനിയർ പോളിനോമിയൽസ് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്നാം കൃതി ബഹുപദം, എക്സ് എന്നോ അല്ലെങ്കിൽ വൈ എന്നോ ഉള്ള വേരിയബിളിലുള്ള ലീനിയർ ഇക്വേഷൻസിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി എന്നതാണ്. ഇവിടെ എ എന്ന എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്, എക്സിൻ്റെ ഗുണോത്തരമായ എ 0 ആകാൻ പാടില്ല. എക്സിൻ്റെ ഗുണോത്തരമായ എ 0 ആയാൽ എന്താ പറ്റുക? എ ഇൻറ്റു എക്സ് എന്നുള്ള ടേം 0 ആയി പോകും. പിന്നെ ബാക്കിയുള്ളത് ബി മാത്രമാണ്. ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം അത് ഒരു പോളിനോമിയൽ ആകുന്നില്ല, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആകുന്നില്ല. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 12x പ്ലസ് 5 അല്ലെങ്കിൽ 7x മൈനസ് 2, എക്സ് പ്ലസ് 1, 2x. ഇവിടെ ബി 0 ആയി പോയാലും പ്രശ്നമില്ല, പക്ഷേ എക്സ് എന്ന വേരിയബിളിലുള്ള ഒരു ടേം ഉണ്ടായിരിക്കണം. വേരിയബിൾ അല്ലെങ്കിൽ ചരം എക്സ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. വൈയോ സെഡോ ആറോ പിയോ അങ്ങനെ ഏത് വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഉദാഹരണത്തിന് 8q പ്ലസ് 3 അതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇനി എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കാം. നമ്മൾ 10ാം ക്ലാസ്സിൽ തന്നെ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് എന്നും എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ സാമാന്യ രൂപമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് കോഎഫിഷ്യൻ്റ് 2 ആണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ 2 ആണ്. എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പവർ. ഇവിടെ ഫസ്റ്റ് ടേം എ എക്സ് സ്ക്വയർ എടുത്താൽ ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ്. ബി എക്സ് എടുത്താൽ എക്സിൻ്റെ പവർ 1 ആണ്. സോ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 2. ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാൻ പറ്റും. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 6. അതായത് ബി എന്ന് പറയുന്നത് 6ഉം എ എന്ന് പറയുന്നത് 1ഉമാണ്. ഇവിടെ സിൻ്റെ സ്ഥാനത്ത് 2 ആണ് ഉള്ളത്. മറ്റൊരു എക്സാമ്പിൾ 5x സ്ക്വയർ പ്ലസ് 10x പ്ലസ് 4. എക്സ് സ്ക്വയർ പ്ലസ് 10x. ഇവിടെ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ടേം ഇല്ല, എന്നിരുന്നാലും ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2. ഇവിടെ നമുക്ക് എക്സിലുള്ള ടേം ഇല്ല, പക്ഷേ എക്സ് സ്ക്വയർ ടേം ഉള്ളത് കൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. പോളിനോമിയലും ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇക്വേഷനിൽ വി വിൽ ബി ഇക്വേറ്റിംഗ് ആർ എക്സ്പ്രഷൻ ടു സംതിങ്, ഏത് 0യോ അല്ലെങ്കിൽ മറ്റൊരു കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ വേരിയബിളിലേക്കൊക്കെ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ ഇതൊരു ഇക്വേഷനായി മാറി. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ 5x സ്ക്വയർ പ്ലസ് 10x ഇസ് ഈക്വൽ ടു -4. ഇങ്ങനെ ഒരു ഈക്വൽ ടു സൈന് വന്നാൽ ഇതൊരു ഇക്വേഷനായി മാറി. ഈ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പോളിനോമിയലിലെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 3 ആണെങ്കിൽ അതിനെ നമ്മൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കുന്നു. അപ്പം 3ൽ കൂടുതലുള്ളതിനെയൊക്കെ എല്ലാത്തിനെയും നമ്മൾ പോളിനോമിയൽ തന്നെയാണ് വിളിക്കുന്നത്. ബാക്കിയുള്ളതിന് നമ്മൾ അങ്ങനെ പേരുകൾ പഠിക്കുന്നില്ല. സോ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്നും വിളിക്കും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്നും വിളിക്കാറുണ്ട്. തേർഡ് ഡിഗ്രി ആണെങ്കിൽ ക്യൂബിക്, ഇങ്ങനെ പേരുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഓരോ പ്രോബ്ലംസിൻ്റെ സഹായത്തോടെയാണ് കോൺസെപ്റ്റുകൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് p of x be equal to 3x square minus 4x minus 1.
ഇവിടെ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ. ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് പി ഓഫ് 0, പി ഓഫ് 1 ആൻഡ് പി ഓഫ് 2. പി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്തായി മാറുന്നു? എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്തായി മാറുന്നു? ഇതൊരു മെഷീൻ പോലെയാണ്. ഈ മെഷീനിലേക്ക് 0 എന്നൊരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. സോ പി ഓഫ് 0 കണ്ടുപിടിക്കാൻ ഈ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 0 ഇട്ട് കൊടുത്താൽ മതി. സോ 3 × 0² എന്ന് പറഞ്ഞാൽ 0 minus 4 × 0 is 0 minus 1. സോ പി ഓഫ് 0 എന്ന് പറയുന്നത് -1 ആണ്. ഇനി പി ഓഫ് 1 എങ്ങനെയായി കണ്ടുപിടിക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 3 × 1² എന്ന് പറഞ്ഞാൽ 3 minus 4 × 1. 4 1s are 4. ഇനി ബാക്കിയുള്ളത് -1. സോ 3 - 4 -1. 3 - 4 എന്ന് പറഞ്ഞാൽ -1. -1 എന്ന് പറയുമ്പോൾ -2 ആണ് ആൻസർ. ശ്രദ്ധിക്കണം, സൈനൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി പി ഓഫ് 2. പി ഓഫ് 2 കാണുന്നത് എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. 3 × 2² -4 × 2 -1. 2² എന്ന് പറഞ്ഞാൽ 4. 4 3s are 12. 4 2s are 8 and -1. സോ 12 - 8 -1 ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. പി ഓഫ് എക്സിൻ്റെ വാല്യൂ തന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഇനി അടുത്തത് നോക്കൂ. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട് x² - 7x + 12. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x² - 7x + 12 ആണ്. ഇവിടെ പി ഓഫ് 3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൽ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 ഇട്ട് കൊടുക്കാം. സോ പി ഓഫ് 3 എന്ന് പറയുന്നത് 3² - 7 × 3 + 12. അതായത് 3² 9, 7 3s are 21 + 12. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പി ഓഫ് 3 0 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ പോളിനോമിയൽസിനെ ഫാക്ടറൈസ് ചെയ്യാൻ നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം 60 എന്നുള്ളൊരു നമ്പർ എടുത്താൽ ഈ 60ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 8 × 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. 8 times 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ 8ഉം 2ഉം 16ൻ്റെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ 4 times 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ 4 എന്ന് പറയുന്നത് 16ൻ്റെ ഫാക്ടർ ആണ്. 16 times 1 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ 16ഉം 1ഉം 16ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇതുപോലെ നമ്മുടെ പോളിനോമിയലിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റ് 2 പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ തന്നിരിക്കുന്ന പോളിനോമിയലിനെ എക്സ്പ്രസ് ചെയ്യണം. സോ സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യാണ് x + a എന്ന ഒരു പോളിനോമിയലും x + b എന്നും മറ്റൊരു പോളിനോമിയലും. ഈ 2 പോളിനോമിയൽസിൻ്റെ ഡിഗ്രി 1 ആണ് അല്ലേ? x + a എന്നത് ഒരു ലീനിയർ പോളിനോമിയലാണ്. x + b എന്നതും ഒരു ലീനിയർ പോളിനോമിയലാണ്. ഈ 2 ലീനിയർ പോളിനോമിയൽസും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് x² - 7x + 12 കിട്ടുമെന്ന് കരുതുക. നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ എന്താ വരുന്നത് എന്ന് നോക്കാം. സോ ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? x² + a + b × x + ab എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ലൈക്ക് ടേംസ് തമ്മിൽ കമ്പയർ ചെയ്യാം. x². ഇനി നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? -7 അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റോ? a + b. സോ ലൈക്ക് ടേംസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ a + bയുടെ വാല്യൂ -7 ആണ് എന്ന് കിട്ടി. a + bയുടെ വാല്യൂ -7 ആണ് എന്ന് കിട്ടി.
ഇനി നമുക്ക് ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 12 ആണ്. RHSൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് AB. സോ ABയുടെ വാല്യൂ 12 ആണ്. അതായത് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടുന്നു. എയും ബിയും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് -7 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ എത്രയാണെന്ന് നോക്കാം. സോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്നു. ഏതൊക്കെയാണ് പോസിബിലിറ്റീസ്? 4 3s are 12 അല്ലെങ്കിൽ 3 4s are 12. ഇത് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഏത് ഓർഡറിൽ എടുത്താലും കുഴപ്പമില്ല. അതുപോലെ 6 2s are 12, അതുപോലെ 12 1s are 12. ഇനി ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ട് അല്ലേ? നമുക്കറിയാം രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു പോസിറ്റീവ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. സോ -4 ഇൻറ്റു -3 എന്ന് പറയുന്നത് 12 ആണ്. -12 ടൈംസ് -1 എന്ന് പറയുന്നതും 12 ആണ്. -2 ടൈംസ് -6 എന്ന് പറയുന്നതും 12 ആണ്. സോ 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാകാം? +or-3, +or-4, +or-2, +or-6, +or-1, +or-12. ഈ ഒരു ഐഡിയ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. അതായത് പോസിറ്റീവ് നമ്പേഴ്സിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് കൺക്ലൂഡ് ചെയ്യരുത്. നെഗറ്റീവ് നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യണം. ഇനി നമുക്ക് ഈ ഓരോ പെയറിലെയും നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. ഏത് പെയർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -7 എന്ന് കിട്ടുന്നത് നോക്കാം. 4 + 3 നമുക്കറിയാം പോസിറ്റീവ് 7 ആണ്. 6 + 2 ആണെങ്കിൽ 8, 12 + 1 13. സോ ഇതിലൊന്നും നമുക്ക് -7 എന്നുള്ള ആൻസർ കിട്ടിയില്ല. ഇനി നമുക്ക് ഈ നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. എന്താണ് -4 + -3? -7 ആണ് അല്ലേ? സോ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് കിട്ടി. വേറെ ഏതെങ്കിലും ആഡ് ചെയ്താൽ -7 കിട്ടുമോ? ഈ രണ്ടെണ്ണം ആഡ് ചെയ്താലും കിട്ടുന്നില്ല. സോ നമ്മുടെ എയ്ക്കും ബിയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് -4ഉം -3ഉം ആണ്. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. A -4ഉം B -3 എന്നും എടുക്കാം, അല്ലെങ്കിൽ A -3ഉം B -4 എടുക്കാം. ഇനി ഇത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ x + a എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? x -4 എന്ന് വരും. കാരണം എയുടെ വാല്യൂ -4 ആണ്. ഇനി x + bൻ്റെ സ്ഥാനത്ത് എന്ത് വരും? x + bൻ്റെ സ്ഥാനത്ത് x -3 എന്ന് വരും. സോ x² - 7x + 12 എന്നതിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് x -4ഉം x -3ഉം കിട്ടുന്നു. നിങ്ങൾക്ക് ഈ രണ്ട് നമ്പേഴ്സും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈ രണ്ട് പോളിനോമിയൽസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² - 7x + 12 കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഈ പോളിനോമിയലിൽ P(3) കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് വാല്യൂ 0 ആണ് കിട്ടിയത്. ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ് x -3. x -3 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകമാണ് അല്ലേ? x -3ലെ ഈ 3 എന്നുള്ളത് നമ്മൾ നമ്മുടെ പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ P(3) എന്തായി മാറി? 0 ആയി മാറി. അതുപോലെ നമുക്കിനി ഒന്ന് P(4) കണ്ടുപിടിച്ച് നോക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് വെക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് P(4)ഉം 0 ആയി കിട്ടുന്നു. അതായത് x -4 എന്നത് നമ്മുടെ തന്നിരിക്കുന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? P(4) എന്നത് 0 ആണ് എന്ന് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്കൊരു ജനറലൈസേഷനിൽ എത്തിച്ചേരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമാണ്. If x - a is a factor of p of x, then p of a is equal to 0. x - a എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന പോളിനോമിയൽ p of xൻ്റെ ഒരു ഘടകമാണ് എങ്കിൽ p of a എന്ന് പറയുന്നത് 0 ആയിരിക്കും. p of aയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്കറിയാം x -4 എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമായിരുന്നു. അപ്പം നമ്മൾ P(4) കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ വാല്യൂ 0 ആണ് എന്ന് കിട്ടി. ഇനി തിരിച്ചും പറയാം. അതായത് p of a 0 ആണെങ്കിൽ x - a എന്ന് പറയുന്നത് p of xൻ്റെ ഫാക്ടർ ആയിരിക്കും. ഇവിടെ നമുക്ക് P(3) എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടിയില്ലേ?
P(3) 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ x-3 എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിൻ്റെ ഒരു ഘടകമാണ് എന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് മനസ്സിൽ സൂക്ഷിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Third question. Check whether x-1 is a factor of x square plus 12x minus 30. x square plus 12x minus 13 എന്ന ബഹുപദത്തിൻ്റെ ഒരു ഘടകമാണോ x-1 എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം x-1 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൻ്റെ അല്ലെങ്കിൽ ഈ ബഹുപദത്തിൻ്റെ ഘടകമാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? P(1) എന്നത് 0 ആയിരിക്കും അല്ലേ? x-a എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ P(a) 0 ആയിരിക്കും. ഇവിടെ x-aനെയും x-1നെയും കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് P(1) എന്ന് പറയുന്നത് 0 ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. P(1) 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 1 എന്ന് പറയുന്നത് P(x)ൻ്റെ ഫാക്ടർ ആണ്. തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമ്മൾ P(x) എന്ന് എടുത്തു. ലെറ്റ് P(x) be equal to x square plus 12x minus 30. ഇനി നോക്കാം നമുക്ക് P(1)ൻ്റെ വാല്യൂ എന്താണ് വരുന്നത് എന്ന്. P(1) എന്ന് പറയുന്നത് 1 square plus 12 into 1 minus 30. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തപ്പോൾ P(1) എന്ന് പറയുന്നത് 0 ആണ് എന്ന് കിട്ടി. P(1) 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? x-1 എന്നത് P(x)ൻ്റെ ഫാക്ടർ ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കാം, ജസ്റ്റ് ഇതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഈസ് x+1 എ ഫാക്ടർ ഓഫ് P(x)? x-1 എന്നുള്ളത് നമ്മുടെ ഈ തന്നിരിക്കുന്ന P(x)ൻ്റെ ഫാക്ടർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി x+1 എന്നുള്ളത് ഫാക്ടർ ആണോ നോക്കുക. സോ ഇവിടെ എയുടെ വാല്യൂ എത്രയാണ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് x-a is equal to x+1 എന്ന് എടുത്ത് വെക്കുക. സോ ഇവിടെ -aൻ്റെ വാല്യൂ ആണ് +1. -aൻ്റെ വാല്യൂ +1 ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ P(-1) എത്രയാണ് എന്ന് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. x-1 എന്നുള്ളതെങ്കിൽ എയുടെ വാല്യൂ 1, അതായത് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. x+1 എന്നുള്ളതെങ്കിൽ എയുടെ വാല്യൂ -1 എന്നും എടുക്കുക. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P(-1) എന്ന് പറയുന്നത് -24 എന്നാണ് കിട്ടിയത്. അതായത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? x+1 എന്നത് P(x)ൻ്റെ ഒരു ഫാക്ടർ അല്ല എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ P(x)നെ x+1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും എന്നറിയോ? -24 ആയിരിക്കും റിമൈൻഡർ. ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്ന് പറയുന്നത് P(-1) ആണ്. സോ ഇവിടെ നമുക്കൊരു പോയിന്റ് കൂടെ മനസ്സിൽ സൂക്ഷിക്കണം. P(x)നെ x-a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ റിമൈൻഡർ എന്ന് പറയുന്നത് P(a) ആണ്. P(a) 0 ആയി എന്ന് പറഞ്ഞാൽ എന്താ? റിമൈൻഡർ 0 ആണ്, ശിഷ്ടമൊന്നുമില്ല. രണ്ട് നമ്പേഴ്സിനെ ഹരിക്കുമ്പോൾ, ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു, പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നു എന്നാണ് അർത്ഥം. ഇഫ് ദ റിമൈൻഡർ obtained on division of a number by another number is 0, then we say that we can completely divide the given number by the second number. ഇനി അങ്ങനെ P(a) 0 അല്ലെങ്കിൽ റിമൈൻഡർ ഉണ്ടെന്നാണ് അർത്ഥം. അതായത് നമുക്ക് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ x+5 is a factor of x square plus 2x minus 15. ഇതൊരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ P(x) തന്നിട്ടുണ്ട്. x+5 എന്നത് നമ്മുടെ P(x)ൻ്റെ ഒരു ഘടകമാണോ എന്ന് നോക്കാം. ലെറ്റ് P(x) be equal to x square plus 2x minus 15. ഇനി ഇവിടെ x+5 എന്നുള്ളത് ഫാക്ടർ ആണോ എന്നാണ് നോക്കേണ്ടത്. സോ ഇവിടെ P(a) equal to 0 ആണോ നോക്കണം. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ എന്ന് പറയുന്നത് -5 ആണ്.
സോ പി ഓഫ് -5 കണ്ടുപിടിക്കാം. പി ഓഫ് -5 എന്ന് പറയുന്നത് -5² പ്ലസ് 2 × -5 -15. -5² എന്ന് പറയുന്നത് 25, 2 × -5 എന്ന് പറഞ്ഞാൽ -10, -15. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. സോ പി ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എക്സ് പ്ലസ് 5 ഇസ് എ ഫാക്ടർ ഓഫ് x² പ്ലസ് 2x മൈനസ് 15. മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മളോട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരും, ഒരു പോളിനോമിയൽ തന്നിട്ട് തന്നിരിക്കുന്ന മറ്റൊരു പോളിനോമിയൽ ഇത് ആദ്യത്തതിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണോ എക്സ് മൈനസ് എ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എയുടെ വാല്യൂ പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പി ഓഫ് എ കണ്ടുപിടിക്കുക. സോ പി ഓഫ് എ എന്ന് പറയുന്നത് 0 ആണോ നോക്കുക. 0 ആണെങ്കിൽ തീർച്ചയായും പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് എ. ഇനി മറ്റൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാലും ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് അൾട്ടിമേറ്റ് ഇൻവേഴ്സ് എടുക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി, എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് ഇടുക. എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നിട്ട് എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. സോ -1 എന്നുള്ള പോയിന്റിലാണ് നമ്മൾ പോളിനോമിയലിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യേണ്ടത്. ഇനി വേറൊരു ഫാക്ടർ, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഫാക്ടർ തരികയാണെന്ന് വിചാരിച്ചോ. 2x പ്ലസ് 1 ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ എന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് ഇടണം. 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സോ ഇതിന് എന്ത് കിട്ടും? 2x ഇസ് ഈക്വൽ ടു -1. 2x -1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? -1/2. സോ നമ്മൾ നമ്മുടെ ഫങ്ഷൻ പി ഓഫ് എക്സിൻ്റെ -1/2 വാല്യൂ എത്രയാണെന്നാണ് നോക്കേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ എ എന്നുള്ള ഈ എക്സ് മൈനസ് എയിലെ എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടുള്ള ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ 2x പ്ലസ് 1 എന്നോ അല്ലെങ്കിൽ 5x പ്ലസ് 1 എന്നൊക്കെ വന്നാലാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. സോ നമ്മളിവിടെ ആദ്യം ചെയ്ത് നോക്കിയില്ലേ, x² മൈനസ് 7x പ്ലസ് 2 നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയില്ലേ. ഈ ഫാക്ടറൈസ് ചെയ്തതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. തന്നിരിക്കുന്ന പോളിനോമിയൽസിനെ ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഘടകങ്ങളാക്കുക. 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 പോളിനോമിയൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോളിനോമിയൽ കിട്ടണം. ആ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒന്നിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്ടറൈസ് x² പ്ലസ് 2x മൈനസ് 15 എന്നായിരിക്കും. അല്ലെങ്കിൽ പറയുന്നത് റൈറ്റ് പി ഓഫ് എക്സ് ആസ് പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. 2 ഒന്നാംകൃതി സമവാക്യങ്ങളുടെ അല്ലെങ്കിൽ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി തന്നിരിക്കുന്ന ബഹുപദത്തിനെ എഴുതാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുക. പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിനെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ പി ഓഫ് എക്സിന് എഴുതണം. അപ്പോൾ ക്യൂ ഓഫ് എക്സ് ഒരു ലീനിയർ പോളിനോമിയൽ, ഒരു ഒന്നാംകൃതി ബഹുപദവും ആർ ഓഫ് എക്സ് ഒരു രണ്ടാംകൃതി ബഹുപദവുമാണ്. സോ പി ഓഫ് എക്സിനെ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് എന്ന രീതിയിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊസീജിയർ സെയിം ആണ്. അപ്പോൾ എക്സ് മൈനസ് എ, എക്സ് മൈനസ് ബി, ഈ 2 പോളിനോമിയൽസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ തന്നിരിക്കുന്ന പോളിനോമിയൽ കിട്ടുമെന്ന് കരുതുക. ഇങ്ങനെ ഒരു അസംഷനിൽ നിന്നാണ് നമ്മൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ തന്നിരിക്കുന്ന പോളിനോമിയൽ x² പ്ലസ് 2x മൈനസ് 15 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. സോ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം we get which is equal to x² minus a plus b into x
പ്ലസ് എ ബി. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് മൈനസ് ബി എക്സ് എന്നാണ് കിട്ടുക. സോ ഇതിൽ നിന്ന് ആദ്യം മൈനസിനെ പുറത്തെടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഒന്ന് എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് മൈനസ് ബി എക്സ് പ്ലസ് എ ബി എന്നാണ് നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് എ ബി എന്ന് കിട്ടും. എ എക്സിനും ബി എക്സിനും കോമൺ ആയിട്ട് നെഗറ്റീവ് സൈന് പുറത്തെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ് എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. സോ വി ആർ ലെഫ്റ്റ് വിത്ത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പുറത്തെത്തി, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് കിട്ടി. സോ നമുക്ക് ഈ രണ്ട് പോളിനോമിയൽസും തമ്മിൽ, പോളിനോമിയൽസിലെയും ലൈക്ക് ടേംസ് എന്ന് വെച്ചാൽ ഒരുപോലെയുള്ള ടേംസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എ പ്ലസ് ബി എന്ന് പറയുന്നത് -2 ആണ്, അല്ലെങ്കിൽ മൈനസ് എ പ്ലസ് ബി ആണ് 2 അല്ലേ? മൈനസ് എ പ്ലസ് ബി ആണ് 2. സോ എ പ്ലസ് ബിയുടെ വാല്യൂ എത്രയായിരിക്കും? -2. ഇനി അതുപോലെ എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -15 ആണ് എന്നും കിട്ടി. അതായത് എ ബി എന്നിങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -15ഉം കിട്ടണം. സോ ആദ്യം നമുക്ക് -15ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. നമുക്കറിയാം, ഒരു പോസിറ്റീവ് നമ്പറിനെയും ഒരു നെഗറ്റീവ് നമ്പറിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആൻസർ മൈനസ് കിട്ടുള്ളൂ അല്ലേ? പ്ലസ് ഇൻറ്റു മൈനസ് ഗീവ്സ് മൈനസ്, അല്ലെങ്കിൽ മൈനസ് ടൈംസ് പ്ലസ് ഗീവ്സ് മൈനസ്. സോ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് ആൻസർ കിട്ടുള്ളൂ. സോ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? നമുക്കറിയാം 5 3s 15 ആണ്, നമുക്കിവിടെ -15 ആണ് വരേണ്ടത്. സോ അവിടുത്തെ കോമ്പിനേഷൻസിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് -5 ഇൻറ്റു -3 ഇസ് ഈക്വൽ ടു -15, അല്ലെങ്കിൽ -5 ഇൻറ്റു 3 ഈക്വൽ ടു -15, അല്ലെങ്കിൽ 5 ഇൻറ്റു -3 ഇസ് ഈക്വൽ ടു -15. ഇതാണ് നമ്മുടെ പോസിബിലിറ്റീസ്. ഇനി വേറെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? 15 ഇൻറ്റു -1, അല്ലെങ്കിൽ -15 ഇൻറ്റു 1. ഇനി നമുക്ക് ഇതിൽ ഓരോ നമ്പേഴ്സും എടുത്ത്, ഓരോ പെയേഴ്സും എടുത്ത് ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് -2 എന്നുള്ള സമ്മ് കിട്ടുന്നത്, തുക -2 കിട്ടുന്നത് എപ്പോഴാണ് നോക്കാം. -5ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? -2 കിട്ടുന്നു. 5ഉം -3ഉം ആഡ് ചെയ്താലോ 2 ആണ് കിട്ടുന്നത്. സോ ഇത് പറ്റില്ല. ഇനി 15ഉം -1ഉം ആഡ് ചെയ്താൽ നമുക്ക് 14 ആണ് കിട്ടുന്നത്. സോ ഇത് നമുക്ക് പറ്റില്ല. -15ഉം 1ഉം ആഡ് ചെയ്താൽ നമുക്ക് -14 ആണ് കിട്ടുക. സോ ഈ രണ്ട് പെയേഴ്സും എടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ എയും ബിയും എന്ന് പറയുന്നത് 3ഉം -5ഉം ആണ്. അത് ഏത് ഓർഡറിലും എടുക്കാം. ഏതർ A = 3, B = -5, അല്ലെങ്കിൽ A = -5 ആൻഡ് B = 3. ഈ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. സോ തിരിച്ച് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് കിട്ടി. നമ്മൾ ഈ നേരത്തെ ചെയ്ത് നോക്കിയിരുന്നു. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിരുന്നത്. ഈ ഒരു പോളിനോമിയലിലെ ഒരു ഫാക്ടറാണ് എക്സ് പ്ലസ് 5 എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സോ വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ എൻ്റെയോ ബിൻ്റെയോ സ്ഥാനത്ത് 5 ഇട്ട് പ്രൊസീഡ് ചെയ്യാം. 5 അല്ല, -5 എന്ന് പറയുന്നത് എക്സ് പ്ലസ് -5 ആണ്. സോ എ എന്ന് പറയുന്നത് -5. വേണമെങ്കിൽ നമുക്കിവിടെ -5 എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. പക്ഷെ അതിലും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. ഇത്
ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കും. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിച്ചതാണ്, എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷനും 2 സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ 2 റൂട്ടുകൾ ഉണ്ടാകും എന്ന് നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പഠിച്ചതാണ്. അപ്പോൾ ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ x+5 ആണെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസിനുള്ള ചാൻസും ഉണ്ട്. ഇനി ഫാക്ടറൈസ് ചെയ്യാനുള്ള മറ്റൊരു ചോദ്യം തരട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്: p of x is equal to x² plus 7x plus 12. ഫാക്ടറൈസ് p of x. സോ ഏത് 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് 12, ഏത് 2 നമ്പേഴ്സിൻ്റെ സമ്മാണ് 7 എന്ന് നോക്കാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് നേരത്തേതുപോലെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. x മൈനസ് a ഇൻറ്റു എക്സ് പ്ലസ് ബി. ഇവിടെ നോക്കൂ, നമുക്ക് എക്സിൻ്റെ 7x കോഎഫിഷ്യൻറ്റും പോസിറ്റീവാണ്, 12ൻ്റെ കോഎഫിഷ്യൻറ്റും പോസിറ്റീവാണ്. സോ വേണമെങ്കിൽ നമുക്കിവിടെ ഇതിനെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എയുമായിട്ട് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബിയുമായിട്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം 2 പോസിറ്റീവ് സൈൻ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്കിവിടെ മൊത്തത്തിൽ പോസിറ്റീവായ ടേം കിട്ടുക. ഈ രീതിയിലും ചെയ്യാം. പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ എങ്ങനെ ചെയ്തോ അതേ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലിങ്ങനെ ആലോചിക്കാം, ഏത് 2 നമ്പേഴ്സ് കൂട്ടിയാലാണ് ഏത് 2 നമ്പേഴ്സ് ഗുണിച്ചാലാണ് 12ഉം ആ നമ്പേഴ്സ് കൂട്ടിയാൽ 7ഉം കിട്ടണം. ഈ രീതിയിലുള്ള നമ്പേഴ്സിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. തുക 12ഉം ഗുണനഫലം 12ഉം തുക 7ഉമായ സംഖ്യകളെ പറ്റി ആലോചിക്കുക. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് തെറ്റുന്നില്ല ചെയ്യുക. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പം a+b എന്ന് പറയുന്നത് -7 ആണെന്നും ab എന്നുള്ളത് 12 ആണ് എന്നും കിട്ടുന്നു. സൈൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഏത് ഫാക്ടേഴ്സ് എടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് വരുന്നത്. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. സോ 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 12, 1 അല്ലെങ്കിലോ 6, 2. പിന്നെ നമുക്ക് പോസിബിലിറ്റി 3, 4. ഇതുപോലെ ഇനിയും പോസിബിലിറ്റീസ് ഉണ്ട്. -12ഉം -1ഉം -6, -2, -3, -4. ഈ പെയേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഏത് പെയർ ആഡ് ചെയ്യുമ്പോഴാണ് -7 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. 12ഉം 1ഉം ആഡ് ചെയ്താൽ 13 ആണ്. 6ഉം 2ഉം ആഡ് ചെയ്താൽ 8 ആണ്. പക്ഷെ 3ഉം 4ഉം ആഡ് ചെയ്താൽ 7. നമുക്ക് വേണ്ടത് -7 ആണ്. സോ ഏത് നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം? -3ഉം -4ഉം കൺസിഡർ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്റെ സ്ഥാനത്ത് -3ഉം ബിന്റെ സ്ഥാനത്ത് -4ഉം. x - 3 ഇൻറ്റു x മൈനസ് -3 ഇൻറ്റു x മൈനസ് -4. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയി. സോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് x+3ഉം x+4ഉം ആണ്. ഇത് ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു രീതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ഈ ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ സഹായത്തോടെയും നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫാക്ടറൈസ് 2x² - 7x - 15. നമുക്ക് x² കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ മാത്രമാണ് നമ്മളിപ്പം ചെയ്ത രീതിയിലുള്ള ഫാക്ടറൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, x² ഗുണോത്തരം 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ 2 ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. x² കോഎഫിഷ്യൻറ്റ് 1 അല്ല എങ്കിൽ നമ്മൾ എന്തായാലും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പോളിനോമിയലിൻ്റെ റൂട്ടോ അല്ലെങ്കിൽ സൊല്യൂഷനോ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. എന്താ ക്വാഡ്രാറ്റിക് ഫോർമുല? x is equal to -b ± b² - 4
AC divided by 2A plus or minus root of B square minus 4AC divided by 2A. ഇതാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബി എന്ന് പറയുന്നത് -7 ആണ്, എ എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് -15 ആണ്. സോ ഇത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് ഓഫ് -7 എന്ന് പറഞ്ഞാൽ +7, അതുപോലെ -7 square 49, 4 2s are 8, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി ഇൻറ്റു 15, 8 × 15 എന്ന് പറഞ്ഞാൽ 120. സോ 49 + 120 gives 169. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് 13 ആണ്. സോ x is equal to 7 ± 13 divided by 4. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 + 13/4. 7 + 13 20, 20/4 5. അല്ലെങ്കിൽ നമുക്ക് വരുന്നത് 7 - 13/4. 7 - 13 എന്ന് പറയുന്നത് -6. -6 divided by 4 എന്ന് പറഞ്ഞാൽ -3/2. സോ എക്സ് എന്ന് പറയുന്നത് either 5 ആകാം അല്ലെങ്കിൽ -3/2. സോ നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 5ഉം -3/2 ആണ്. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് എയും ബിയും എന്നുള്ളതാണ് ഫാക്ടേഴ്സ്. സോ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? x - a × x - b ന്ന് എക്സ്പ്രസ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ p of x is equal to x - 5 × x - -3/2. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആയി, x + 3/2 ആയി മാറി. ഇനി നമുക്ക് ഇതിനെ ഒരു രീതിയിലൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ആർ ലെഫ്റ്റ് വിത്ത് 2x + 3. സോ നമ്മുടെ p of xൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് x - 5ഉം 2x + 3ഉമാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫാക്ടേഴ്സ് x - a എന്നുള്ള ഫോമിൽ മാത്രമല്ല വരിക. ഇവിടെ നമുക്ക് 2x + 3 ആണ് ഫാക്ടർ. സോ എക്സിൻ്റെ അല്ലെങ്കിൽ എയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2x + 3 is equal to 0 എന്ന് ഇട്ട് കൊടുക്കണം. 2x + 3 എന്ന് equal to 0 എന്ന് ഇട്ട് കൊടുത്താൽ x is equal to -3/2 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ഈ b² - 4ac എന്നുള്ള ടേം പോസിറ്റീവ് ആകണം അല്ലെങ്കിൽ 0. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയുള്ളൂ അറ്റ് പ്രസൻറ്റ്. ഇനി നമ്മൾ ഹയർ ക്ലാസ്സിൽ പോകുമ്പം നെഗറ്റീവ് റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം. സോ ഇത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. b² - 4ac ഒന്നിക്കൽ പോസിറ്റീവ് ആകണം അല്ലെങ്കിൽ 0 ആകണം, അതായത് നോൺ നെഗറ്റീവ് ആകണം. അതാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. നെഗറ്റീവ് ആകാൻ പാടില്ല. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം എന്താ ചെയ്തത്? ഇവിടെ x² കോഫിഷ്യൻറ്റ് 1 അല്ല. സോ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ p of x is equal to x - a × x - b എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. a എന്ന് പറയുന്നത് 5 ആയിട്ട് എടുത്തു, b എന്ന് പറയുന്നത് -3/2 ആയിട്ടും എടുത്തു.